എല്ലാ ആത്മീയ മക്കൾക്കും നമസ്കാരം. 18-ാം ദിവസത്തെ നമ്മുടെ ഉപവാസത്തിൻ്റെ ഒരു ദിവസമാകുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് പുതിയ ഒരു വിഷയത്തിൽ ചിന്തിക്കാൻ പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളെയാണ് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് യേശുമശി ഉണ്ടല്ലോ യെരുശലേമിലേക്ക് പോകുന്ന വഴിക്കിൽ നമ്മളെ താഴ്മയുള്ള ജീവിതം നമ്മൾ എങ്ങനെ ജീവിക്കണം അതിനെപ്പറ്റി അദ്ദേഹം നമ്മളെപ്പറ്റി നമ്മളെ ബോധ്യവൽക്കരണം ചെയ്യുന്നു. നമ്മളെ എങ്ങനെ നമ്മൾ ഒരു കൊച്ചു പിള്ളേരെ പോലെ ഉള്ള ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റുന്നു, അവരുടെ കൂട്ടുള്ള വിശ്വാസം നമുക്ക് എങ്ങനെ ഉറപ്പിച്ചു വയ്ക്കാൻ പറ്റും. ഈ വിഷയത്തിൽ നമുക്ക് ചിന്തിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഈ മേളി പറഞ്ഞ 9 തൊട്ട് 17 വരെയുള്ള വാക്യത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് ഒന്ന് നമ്മൾ പരീക്ഷന്മാരും ചുങ്കക്കാരൻ്റെയും ഒരു കഥ 9 തൊട്ട് 14 വരെയും, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് യേശുവിൻ്റെ അടുത്തോട്ട് വരാനായിട്ട് സാധിക്കണം, അതിനെപ്പറ്റി 15 തൊട്ട് 17 വരെയുള്ള പദങ്ങളാണ് നമുക്ക് ഒന്ന് ഈ സമയത്ത് ചിന്തിക്കേണ്ടത്. ആദ്യം നമ്മൾ പരീക്ഷരുടെയും ചുങ്കക്കാരൻ്റെയും നമ്മൾ കഥകൾ കേൾക്കുമ്പോൾ രണ്ട് വ്യക്തികൾ യെരുശലേം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോയ സമയത്തും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്തും പരീക്ഷർ വളരെ സാമർഥ്യത്തോടുകൂടി പൊങ്ങച്ചത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉപവാസം ചെയ്യുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, സകല കാര്യങ്ങൾ ഞാൻ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ തൊട്ട് അടുത്ത് നിൽക്കുന്ന അയാൾ പലിശക്കാരനാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അയാൾ ചെയ്യുന്നില്ല. അപ്പോൾ സ്വയം ഒരു അഹങ്കാരത്തിൻ്റെ ബുദ്ധിയിലാണ് അദ്ദേഹം പ്രാർത്ഥന നടത്തിയത്. അതേസമയം ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് എന്താണ്? ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച നെഞ്ചടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യഹോവേ എന്നെ നീ രക്ഷിക്കണമേ, ഞാൻ പാപിയാകുന്നേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ യേശുക്രിസ്തു ഈ പറയുന്ന ചുങ്കക്കാരനെ ഉണ്ടല്ലോ രക്ഷപ്പെടുത്തുകയും പരീക്ഷയുടെ ഈ പൊങ്ങച്ചത്തോടുകൂടി ഓരോ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിവരണം ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കാണാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താഴ്മയോടുകൂടി ദൈവത്തെ നെഞ്ചടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. അങ്ങനെ പോയെങ്കിൽ മാത്രമേ ആ ചുങ്കക്കാരൻ്റെ കൂട്ട് നമുക്കും ഒരു താഴ്മ ഉണ്ടാകത്തുള്ളൂ, നമ്മളെ ദൈവം രക്ഷിക്കത്തുള്ളൂ. നമുക്ക് മറ്റുള്ള ഒരു ഇതിൽ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉപവാസത്തിൻ്റെയും മറ്റുള്ള ഇതിൻ്റെയും നമ്മൾ പൊങ്ങച്ച കാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. യഹോവ നമ്മളെ ബാഹ്യമായ രൂപത്തിലല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കൂടി നമ്മൾ പശ്ചാത്തപിച്ച മനസ്സ് നമ്മളിലുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളെ തന്നെത്താൻ പൊങ്ങച്ചം പറയാതെ വലുതാകാതെ നമ്മൾ താഴ്മയുള്ളവരായി ജീവിക്കണം. അപ്പോൾ നമ്മളെ കൊച്ചായി ഇരിക്കുന്നു വരുമ്പോൾ ദൈവം തന്നെത്താൻ മേളിലോട്ട് നമ്മളെ പൊക്കും. അതാണ് ഇതിൻ്റെ അകത്ത് വാക്കിൽ നമുക്ക് യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക, യഹോവ ഈ അഭിമാനം കാണിക്കുന്നവരുടെ എഗനസ്റ്റാണ്, അതേസമയം താഴ്മയുള്ളവരുമായിട്ട് അനുഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നത്. നീതിവചനം അതായത് പ്രോവർബിൻ്റെ 16-18 നമ്മൾ കാണിക്കുന്നത് എന്താണ്? അതായത് പൊങ്ങച്ചം ത്തിൻ്റെ പുറകെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വിനാശത്തിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. യഹോവ അങ്ങനെയുള്ള ആൾക്കാരെ യഹോവയുടെ മുൻപിൽ പൊങ്ങച്ചം കാണിക്കുന്നവർ അവർ വിനാശത്തിലേക്ക് പോകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ അതുപോലെ 51-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ എന്താണ് പറയുക? പൊട്ടിയ ഹൃദയവും പശ്ചാത്തപിച്ച ഹൃദയത്തിനെ നീ തുച്ഛമായ രീതിയിൽ കാണല്ലേ യഹോവേ എന്നാണ് അവിടെ ദാവൂദ് രാജാവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ താഴ്മയുള്ളതും ഞുറുങ്ങിയ ഹൃദയവും ആയിട്ട് നമ്മൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമ്മുടെ പാപം രക്ഷപ്പെടത്തുള്ളൂ. ഇതാണ് അവിടെ വെച്ച് നമ്മൾ കാണുന്നത്. അതേസമയം അടുത്ത പദത്തിൽ 15 തൊട്ട് 17 വരെ നമ്മൾ നോക്കുമ്പോൾ കൊച്ചു പിള്ളേർ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയപ്പോൾ അവിടെ ശിഷ്യന്മാർ അതിനെ തടയുന്നുണ്ട്. അന്നേരം യേശുക്രിസ്തു പറഞ്ഞു പിള്ളേർ വരട്ടെ, ഈ പിള്ളേരുടെയാണ് ഈ സ്വർഗരാജ്യം. എന്നുവെച്ചാൽ അവരെ പോലെ അവരുടെ പോലെ നിഷ്കളങ്കരായിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ സ്വർഗത്തിലോട്ട് നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പിള്ളേരെ പറ്റി പ്രത്യേക ചിത്രീകരണമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ യേശുക്രിസ്തുവിൻ്റെ അടുത്തോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ഉണ്ടല്ലോ കൊച്ചു പിള്ളേരെ പോലെ നിഷ്കളങ്കരായിക്കൊണ്ട് വേണം അവിടെ ചെല്ലേണ്ടത്. അതാണ് യേശുക്രിസ്തു പറയുന്നത്, ആ പിള്ളേരെ എൻ്റെ അടുത്തോട്ട് വരാൻ സമ്മതിക്കാൻ. അങ്ങനെ അപ്പോൾ മാത്രമേ ആ യഹോവയുടെ രാജ്യം അവർക്കുള്ളതായി തീരത്തുള്ളൂ. എന്താ വെച്ചാൽ അവരുടെ ഈ പിള്ളേർക്കുള്ളതാണ് യഹോവയുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിഷ്കളങ്കമായ ഹൃദയമുള്ളവർക്ക് മാത്രമേ യഹോവയുടെ രാജ്യം കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ യഹോവയുടെ രാജ്യത്തിൽ നമ്മൾ താഴ്മയുള്ളതായിട്ടും ശാന്തമായിട്ടും
ഒരു നിഷ്കളങ്കനായിട്ടും ജീവിക്കേണ്ട, അല്ലെ വിശ്വാസമുള്ളവനായിട്ട് ജീവിക്കേണ്ട ഹൃദയമുള്ളവരായിത്തീരണം. നമ്മൾ ഒരു നിർഭരത ഉണ്ടാകണമെങ്കിൽ നമ്മളുണ്ടല്ലോ യഹോവയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകത്തുള്ളൂ ആ യഹോവയെ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 3 വായിക്കുമ്പോൾ ഈ പ്രകാരമാണ് കാണുക. നിങ്ങൾ എന്നിൽ തിരിയുമ്പോൾ, എന്നെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കുട്ടികളെ പോലുള്ള മനസ്സായിരിക്കണം. അങ്ങനെ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ സ്വർഗ്ഗരാജ്യത്തിലിരിക്കാൻ പറ്റത്തുള്ളൂ. 1 പത്രോസ് 5 അധ്യായം 6 പറയുന്ന യഹോവയുടെ ശക്തിയുള്ള കൈകളുടെ താഴെ നമ്മൾ താഴ്മയുള്ളവരായിട്ട് ജീവിക്കണം. അതാണ് പറയപ്പെടുന്നത്. നമ്മൾ എത്രമാത്രം താഴ്മയോടുകൂടി ജീവിക്കുന്നോ യഹോവയുടെ പ്രാർത്ഥനയോടുകൂടി, അപ്പോൾ അത്രമാത്രം നമ്മൾ ഉയർന്നു പോകത്തുള്ളൂ. നമുക്കിതിൻ്റെ അകത്ത് പഠിക്കാൻ സാധിക്കുന്നത് പൊങ്ങച്ചമല്ല, പ്രൗഡല്ല നമ്മൾ കാണിക്കേണ്ടത്. താഴ്മയുള്ളവരായി കാണിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന് ഒരു ഉത്തമമായ ഒരു രക്ഷകനായി മാറാൻ പറ്റത്തുള്ളൂ. നമ്മൾ പൊങ്ങച്ചത്തിലോ കൂടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യഹോവ അത് സ്വീകരിക്കത്തില്ല. നേരെ മറിച്ച് നമ്മൾ ഉപവാസത്തും ദാനത്തിൽ കൂടെ നമ്മൾ പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ അത് യഹോവ വെറുതെ പ്രാർത്ഥിക്കുന്നത്, അത് നമുക്ക് യഹോവ അത് സ്വീകരിക്കുന്നില്ല. അതേസമയം പശ്ചാത്തപിച്ച് ഹൃദയത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഹോവ അത് സ്വീകരിക്കുന്നു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഹോവയുടെ മനസ്സിനെ നമ്മൾക്ക് ഇപ്പം മനസ്സിലാകത്തില്ല. നമ്മൾ കണ്ണുനീരോടുകൂടി നമ്മൾ യഹോവയുടെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമ്മളെ സ്വീകരിക്കത്തുള്ളൂ. അപ്പോൾ ഈ പയ്യനെ പോലെയല്ല, പിള്ളേരെ പോലുള്ള വിശ്വാസം നമുക്ക് ജീവിക്കാൻ വേണ്ടി വളരെ ആവശ്യമായി തീർന്നിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ശാന്തമായ വിശ്വാസത്തോടു കൂടിയ ദൈവത്തിൽ നമുക്ക് ഉറച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് 2 വ്യക്തികളുണ്ട്. ഒരു കലീശയിൽ ഉപവാസം ചെയ്യുന്നവർ. അത് ഈ 18-ാം ദിവസം ഉപവാസം ചെയ്യുമ്പോൾ അവൻ ഒരുത്തൻ എല്ലാവരോടും പറയുന്നത് ഞാൻ ഉപവാസം ചെയ്യുന്നത്, മറ്റൊരാൾ ആരോട് പറയുന്നത് ഞാൻ മിണ്ടാതിരുന്നു കൊണ്ട് അവൻ ഉപവാസം ചെയ്തു. അവൻ താഴ്മയോടുകൂടി അനങ്ങാതിരുന്ന് പറയുന്നത്, യഹോവേ എന്നെ നീ കൊണ്ടല്ല പൂർണ്ണമായിട്ട് നീ എൻ്റെ ഹൃദയത്തിനെ പരിവർത്തനം ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവസാനം യഹോവയെ ആ 2ാമത് പ്രാർത്ഥിച്ച ആളിനെയാണ് സ്വീകരിക്കുന്നത്. അതേസമയം ആദ്യ ആളിനെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഞുറുങ്ങിയ മനസ്സ് ഉണ്ടല്ലോ, യഹോവയെ നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കണം. നമ്മൾ 18-ാമത്തെ ദിവസത്തിൽ നമ്മൾ ഉപവാസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമുക്ക് നമ്മുടെ തന്നെ ആത്മചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപവാസം പരീക്ഷയുടെ കൂട്ടോ വേണോ അതോ ചുങ്കക്കാരുടെ കൂട്ട് വേണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. ചുങ്കക്കാരൻ നമ്മുടെ നെഞ്ചിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അപ്പോൾ നമ്മൾ അതേ വിധത്തിലായി തീരണോ അതോ പരീക്ഷയുടെ കൂട്ട് പൊങ്ങച്ചം പറഞ്ഞിട്ട് നമ്മൾ ഉപവാസിക്കുന്നു? അത് ഏതാണ് സുഖകരം എന്നുള്ളത്, ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് നമ്മൾ പരിശോധിക്കണം നമ്മളെ തന്നെ. താഴ്മയോടുകൂടി കൂട്ടായ്മയിൽ പ്രാർത്ഥന ചെയ്യണം. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവരും കൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കണം. യഹോവേ നിങ്ങൾ ഇന്ന് എൻ്റെ പാപത്തിനെ ദയോടുകൂടി അതെന്ന് ക്ഷമിച്ചു കളയണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അതേസമയം ബാലകനായിട്ടുള്ളവർ അവർ സമർപ്പിക്കപ്പെട്ട രീതിയിലുള്ള പ്രാർത്ഥന, വിശ്വാസത്തിൽ സമർപ്പിക്കപ്പെടുന്ന അല്ലെ പൂർണ്ണ ഹൃദയത്തോടുകൂടി യഹോവയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് പ്രാർത്ഥിക്കണം. ആത്മീയ പുനർസ്ഥാപനത്തിന് വേണ്ടി നമുക്ക് പൊങ്ങച്ചം വിട്ട് നമ്മൾ താഴ്മയോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. യഹോവ നമ്മുടെ താഴ്മയും നമ്മുടെ പശ്ചാത്താപത്തോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ ഹൃദയത്തെ പരിശോധിക്കുകയും അതിനടിസ്ഥാനത്തിൽ നമ്മളെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ വചനങ്ങൾ മൊത്തം നമുക്ക് ഗുണകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മുടെ കുടുംബത്തിന് ഗുണകരം, കലീശയ്ക്ക് ഗുണകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ താഴ്മയുള്ളവനായി മാറണം. ഈ ചുങ്കക്കാരനെ പോലെ നമ്മൾ നെഞ്ചടിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം, യഹോവേ നീ എന്നെ രക്ഷിക്കണം, ഞാൻ പാപിയാകുന്നു എന്ന് പറയണം. അല്ലാതെ നമ്മൾ പരീക്ഷയുടെ ശാസ്ത്രീയത്തെ കൂട്ട് നമ്മൾ പൊങ്ങച്ചം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ ബാഹ്യമായുള്ള പ്രാർത്ഥനയിൽ യഹോവ സ്വീകരിക്കുന്നുമില്ല. ഇത് നമ്മൾ ആന്തരികമായ പ്രാർത്ഥനയിൽ നമ്മൾ പരിവർത്തനം ചെയ്യാനായിട്ട് നമ്മൾ ഈ വചനം നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് ടു ഓൾ.